ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എഫിഷ്യൻസി എന്നൊരു പാർട്ടുണ്ട് എഫിഷ്യൻസി. അതായത് ക്ലാസ് എയുടെ കേസിൽ ഫുൾ 360 അല്ലെങ്കിൽ ഫുൾ ഹാഫ് സൈക്കിളിലും എന്തായിരിക്കും നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, എന്നിട്ടാണ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ ഫുൾ ടൈം ഓൺ ആയിട്ടാണ് നമുക്കൊരു വേവ് ഫോം കിട്ടുന്നത്. അപ്പം അതിൻ്റെ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ലോ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് 5 മിനിറ്റ്സ് കൊണ്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ വേറൊരു സർക്യൂട്ടിൽ അത് 2 മിനിറ്റ്സ് കൊണ്ട് കിട്ടുകയാണെങ്കിൽ എഫിഷ്യൻ്റ് ഏതായിരിക്കും, 2 മിനിറ്റ്സ് കൊണ്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലാസ് എയുടെ കേസിൽ അതിൻ്റെ വേവ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ 360 ഇങ്ങനെയായിരുന്നു നമുക്ക് വേവ് ഫോം കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഫുൾ ടൈം ഓൺ ആണ്. സോ അതിൻ്റെ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ആയിരിക്കും. ഇനി അടുത്തത് ക്ലാസ് ബിയുടെ കേസിൽ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയായിരുന്നു, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളായിരുന്നു, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ അത് ഫുൾ ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഓൺ ആവുന്നുള്ളായിരുന്നു. എന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും, ക്ലാസ് എയിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ എഫിഷ്യൻസി ദാൻ ക്ലാസ് എ. കാരണം ഇത് ഈ ഫുൾ ഹാഫ് സൈക്കിൾ ഓൺ ആയിരുന്നു, പക്ഷേ ക്ലാസ് ബിയുടെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഓണുള്ളൂ. ഇനി ക്ലാസ് എ ബി വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയായിരുന്നു, മോർ ദാൻ 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം എത്ര ടൈം ഏതായിരിക്കും കൂടുതൽ ഓണായിട്ടിരിക്കുന്നത്, ക്ലാസ് എ ബി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കേസിൽ മോർ ദാൻ 180 ആയിരുന്നു. ഇതായിരുന്നു വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പം ഇത് ഫുൾ ടൈം ആണ്, എൻ്റെ എഫിഷ്യൻസി ലോ ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് ഹാഫ് സൈക്കിളിലേ ഓൺ ആയിരിക്കുന്നുള്ളൂ. സോ എഫിഷ്യൻസി ബെറ്റർ ആണ്. ഇനി ഇത് രണ്ടും കൂടെ നോക്കിക്കേ. അപ്പോൾ ഏതാണ് എഫിഷ്യൻറ്റ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ആയിരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഹാഫ് സൈക്കിൾ മാത്രമേ ഓൺ ആയിരിക്കുന്നുള്ളൂ. അപ്പം കമ്പയർ ടു ക്ലാസ് എ ബി, ക്ലാസ് ബി ഈസ് മോർ എഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പം മോർ എഫിഷ്യൻറ്റ് ഏതായിരിക്കും, ക്ലാസ് ബി ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ക്ലാസ് സി ആണ്. ക്ലാസ് സി വരുമ്പോഴത്തേക്ക് 180 ഡിഗ്രിയേക്കാൾ ലെസ്. ഓക്കെ, ഇത്രയും ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. 180 എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ ആണ്. ഇത്രയും ഏരിയ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം അതിൻ്റെ ടൈം എത്രയാണ്, ഏറ്റവും കുറവാണ്. അപ്പം ഏറ്റവും എഫിഷ്യൻറ്റ് ഈ 4 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈലി എഫിഷ്യൻ്റ് ഏതായിരിക്കും, ക്ലാസ് സി ആയിരിക്കും. അപ്പം നമ്മൾ എഫിഷ്യൻസി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ഏതായിരിക്കും, ക്ലാസ് സി ആയിരിക്കും. അതിനുശേഷം എന്തായിരിക്കും, ക്ലാസ് ഹാഫ് സൈക്കിളേ ഉള്ളൂ, ക്ലാസ് ബി ആയിരിക്കും. അതിനുശേഷം എന്താണ്, ക്ലാസ് വെരി ഗുഡ് എ ബി ആയിരിക്കും. ലാസ്റ്റ് എന്തായിരിക്കും, ക്ലാസ് എ ആയിരിക്കും. ഇങ്ങനെയാണ് എഫിഷ്യൻസി ബേസ് ചെയ്ത് പവർ ആംപ്ലിഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മളുടെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്, എഫിഷ്യൻസി വെച്ചിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ഓർത്ത് വെക്കേണ്ടത് എത്ര നേരം ഓണായിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ഓണായിരിക്കുന്നു അത്രയും ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓണായിരിക്കുന്നത് ക്ലാസ് എ ആണ്, സോ ലെസ് എഫിഷ്യൻറ്റ്. പിന്നെ ഏറ്റവും കൂടുതൽ ഓണായിരിക്കുന്നത് ക്ലാസ് എ ബി ആണ്. പിന്നെ ഓണായിരിക്കുന്നത് ക്ലാസ് ബി ആണ്. ക്ലാസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 180 ഉണ്ടെങ്കിൽ 180 പോലും ഓൺ ആവുന്നില്ല, ലെസ് ദാൻ 180 ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ എഫിഷ്യൻസിയുടെ ബേസ് ചെയ്താണ് പറഞ്ഞത്. ഇനി ഡിസ്റ്റോർഷൻ്റെ ബേസ് ചെയ്തും കൂടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് ലെസ് ഡിസ്റ്റോർഷൻ എന്നുള്ളത്. ഡിസ്റ്റോർഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഡിസ്റ്റോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടും അതേ ഷേപ്പിലാണെങ്കിൽ ലെസ് ഡിസ്റ്റോർഷൻ ആയിരിക്കും. വേണ്ടൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എ നോക്കുമ്പോഴത്തേക്ക് അത് ഫുൾ ഹാഫ് സൈക്കിൾ ഓൺ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൻ്റെ എക്സാക്റ്റ് റിപ്ലിക്കയാണ്. അപ്പം ക്ലാസ് എയിൽ എന്തായിരിക്കും, ലെസ് ഡിസ്റ്റോർഷൻ ആയിരിക്കും ക്ലാസ് എയുടെ കേസിൽ. ഇനി അടുത്ത നമ്മൾ ക്ലാസ് ബി വരുമ്പോഴത്തേക്കോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓൺ ആണ്, നെഗറ്റീവ് പോവും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ടുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എന്താണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല. അപ്പോൾ എന്താണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മോർ ഡിസ്റ്റോർട്ടഡ് ദാൻ എന്താണ്, ക്ലാസ് എ ആണ്, മോർ ഡിസ്റ്റോർട്ടഡ് ദാൻ ക്ലാസ് എ ആണ്. ഇനി മൂന്നാമത്തെ വേവ് ഫോം എന്തായിരുന്നു, മൂന്നാമത്തെ വേവ് ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് എ ബിയുടെ ആയിരുന്നു. ക്ലാസ് എ ബി വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു, മോർ ദാൻ ഹാഫ് സൈക്കിൾ. അപ്പോൾ ഈ ഇങ്ങനെ വന്നിട്ട്
ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഓക്കെ, അപ്പം ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് ഡിസ്റ്റോർഷൻ കുറവുള്ളത്? ഏറ്റവും കുറവ് എക്കാണ്. ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോഴോ നമ്മൾ ഈ ഇൻപുട്ട് ഇതാണ്, ഇൻപുട്ടും ഇതും അതുപോലെ ഇൻപുട്ടും ക്ലാസ് എ ബിയുടെ ഔട്ട്പുട്ടും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഡിസ്റ്റോർഷൻ കുറവ് എന്തിനാണ്? ക്ലാസ് എ ബിക്കാണ്. ഇതിനകത്ത് നെഗറ്റീവ് ഫുള്ള് പോയി, പക്ഷേ ഇതിനകത്ത് നെഗറ്റീവ് കുറച്ച് പോർഷൻ ഉണ്ട്. അപ്പം കമ്പയർഡ് ടു ഇൻപുട്ട് സിഗ്നൽ ക്ലാസ് എ ബി ഈസ് ലെസ് ഡിസ്റ്റോർട്ടഡ് ദാൻ ക്ലാസ് ബി. ഇനി ലാസ്റ്റ് എന്തായിരുന്നു? ക്ലാസ് സി. ക്ലാസ് സി എന്ന് വെച്ചുമ്പോഴത്തേക്ക് 180 പോലും വരുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ നോർമൽ ഒരു സിഗ്നൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലാണ്. ഇപ്പോൾ 0, പൈ, 2π ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ക്ലാസ് സിയുടെ കേസിൽ പൈ വരെ പോലും വരുന്നില്ല. അപ്പം ടോട്ടലി ഡിസ്റ്റോർട്ടഡ് ആണ്. നോർമൽ ഒരു വേവ് ഫോമിനേക്കാളും ടോട്ടലി ഡിസ്റ്റോർട്ടഡ് ആണ് ക്ലാസ് സി എന്ന് പറയുന്നത്. കാരണം 180ക്കാളും ലെസ് ദാൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 4 വേവ് ഫോം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഡിസ്റ്റോർഷൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? അപ്പം ഡിസ്റ്റോർഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റോർഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറച്ച് ഡിസ്റ്റോർഷൻ ഉള്ള ഏതിനാണ്? ക്ലാസ് എക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് എടുക്കാൻ കഴിയുമ്പം ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഏതാ? ക്ലാസ് വെരി ഗുഡ് ക്ലാസ് എ ബി. ദെൻ ഏതാ? ഇതും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇൻപുട്ടുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് ഇതാണ് 0 to π വരുന്ന ക്ലാസ് സി ആണ്. ഏറ്റവും ഡിസ്റ്റോർട്ടഡ് ഏതാണ്? ലെസ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ക്ലാസ് എ ആണ്. ദെൻ നമ്മൾ ക്ലാസ് ബിയും എ ബിയും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഡിസ്റ്റോർഷൻ കുറവുള്ളത് ഏതിനാണ്? ക്ലാസ് എ ബിക്കാണ്. ഓക്കെ, ക്ലാസ് എ ബി. ദെൻ ഇനി കമ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ക്ലാസ് ബിയും ക്ലാസ് സിയും. ഓക്കെ, ഇതിൽ ഡിസ്റ്റോർഷൻ എങ്ങനെയാണ് വരുന്നത്? മോർ ഡിസ്റ്റോർട്ടഡ് സി ആണ്. അപ്പോൾ ബി ലെസ് ഡിസ്റ്റോർട്ടഡ് ആണ്. അപ്പോൾ ക്ലാസ് ബി മോർ ഡിസ്റ്റോർട്ടഡ് ക്ലാസ് സി. ഈ ഒരു ഓർഡറിലായിരിക്കും എന്ത് വരുന്നത്? ഡിസ്റ്റോർഷൻ്റെ ബേസ് ചെയ്ത് പവർ ആംപ്ലിഫയർ വരുന്നത്. ഇപ്പോൾ ലെസ് ഡിസ്റ്റോർട്ടഡ് എ, അതിനുശേഷം ക്ലാസ് എ ബി, കാരണം നെഗറ്റീവ് ഹൗസ് സൈക്കിളിൽ കുറച്ച് പോർഷനുകളുണ്ട്. ദെൻ ക്ലാസ് ബി നെഗറ്റീവ് ഹൗസ് സൈക്കിൾ ഫുള്ള് കട്ട് ചെയ്ത് പോയി. ഓക്കെ, ക്ലാസ് സി വരാനുള്ള റീസൺ എന്താ? നോർമലി 180 വരേണ്ടത് 180ക്കാളും ലെസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പവർ ആംപ്ലിഫയറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കണ്ടക്ഷൻ ആംഗിളിൻ്റെ കേസും എഫിഷ്യൻസിയും ഡിസ്റ്റോർഷനും നന്നായിട്ട് അറിഞ്ഞു വെക്കുക. കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും വർക്കിംഗ് നമ്മൾ പഠിക്കും. അപ്പം ഇത്രയും പവർ ആംപ്ലിഫയേഴ്സാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ട്രാൻസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഓപ്പറേഷനാണ്. മോഡ് ഓഫ് ഓപ്പറേഷൻ ബേസ് ചെയ്ത് ട്രാൻസിസ്റ്ററിനെ നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിൽ ക്യൂ പോയിൻ്റ് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സെക്കൻഡ് വരുന്നത് കണ്ടക്ഷൻ ആംഗിളാണ്. ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എയുടെ കേസിൽ ഫുൾ ഹാഫ് സൈക്കിൾ 360 കാണും, ബിയുടെ കേസിൽ ഹാഫ് സൈക്കിൾ കാണും, എ ബിയുടെ കേസിൽ മോർ ദാൻ ഹാഫ് സൈക്കിൾ കാണും, സിയുടെ കേസിൽ ലെസ് ദാൻ 180 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് എഫിഷ്യൻസി ഓരോ പവർ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസിനെ നമുക്ക് അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ ബേസ്ഡ് ഓൺ വേവ് ഫോം. ഓക്കെ, ബേസ്ഡ് ഓൺ വേവ് ഫോമിൽ നമുക്ക് ഡിസ്റ്റോർഷൻ്റെ ബേസ് ചെയ്ത് ട്രാൻസിസ്റ്റർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും ലെസ് ഡിസ്റ്റോർട്ടഡ് ക്ലാസ് എ, ദെൻ ക്ലാസ് എ ബി, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓരോ ട്രാൻസിസ്റ്ററിൻ്റെയും അതിൻ്റെ വേവ് ഫോം, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്, അതുപോലെ വേവ് ഫോം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അനലോഗ് സർക്യൂട്ട്സിൻ്റെ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പവർ ആംപ്ലിഫയറിൻ്റെ റിമൈനിങ് ടോപ്പിക്സുമായിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.